പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കാൻ NSSും SNDPയും. ഐക്യത്തിന് മുൻകൈയെടുക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോജിക്കേണ്ടവർ യോജിക്കേണ്ട സ്ഥലത്ത് യോജിച്ചേ തീരും. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സുകുമാരൻ നായർ. NSSും അതിന് താല്പര്യമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കുന്നു. ഐക്യം തകർത്തത് ലീഗെന്ന് വെള്ളാപ്പള്ളി, യോജിക്കാതെ സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി സതീശൻ. ഭിന്നിപ്പിനു വെള്ളാപ്പള്ളി പലരുടെയും ഉപകരണമായി മാറുന്നുവെന്ന് വിമർശനം. വർഗീയത പറഞ്ഞ ആൾക്ക് മുഖ്യമന്ത്രി പൊന്നാട നൽകി. വെള്ളാപ്പള്ളിയുടെ ലീഗ് വിരുദ്ധ പരാമർശം തള്ളുന്നുവെന്ന് ലീഗ്. കരുതലോടെ പ്രതികരിച്ച് തിരുവഞ്ചൂർ. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ്. പിതാവ് ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിൽ. കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചത് പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയെന്ന ആരോപണം. ഫോറൻസിക് ഫലം നിർണായകം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്ക്. പോരാട്ടം കണ്ണൂരും തൃശൂരും തമ്മിൽ. സമാപന സമ്മേളനത്തിന് മോഹൻലാൽ എത്തും. മുൻ CPM MLA S രാജേന്ദ്രൻ BJPയിൽ. മാരാർജി ഭവനിലെത്തി അംഗത്വം സ്വീകരിച്ചു. BJP പ്രവേശനത്തിന് ഉപാധികളില്ലെന്ന് S രാജേന്ദ്രൻ. ട്രംപ് കുറ്റവാളിയെന്ന് അയതുള്ള ഖമേനി. ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം US-ഉം ട്രംപും. US സേനയ്ക്കെതിരെ കടുത്ത ഭീഷണി മുഴക്കി റവല്യൂഷണറി ഗാർഡ് കോർപ്സും. SMS സേവനങ്ങൾ പുനഃസ്ഥാപിച്ച അധികൃതർ. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ മടക്കം തുടരുന്നു. വാർത്തകളുടെ വിശദാംശങ്ങൾക്ക് ഇന്ന് പകലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ സമുദായ സംഘടനകളുടെ പടയൊരുക്കം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമാണ് VD സതീശനെ കടന്നാക്രമിച്ചും സർക്കാരിനെ പിന്തുണച്ചും രംഗത്ത് വന്നത്. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരിഹാസം. താൻ വർഗീയവാദിയാണോ എന്ന് AK ആന്റണിയോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ പറയട്ടെ എന്നും അവർ പറഞ്ഞാൽ താൻ അംഗീകരിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദം. പിന്നെ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. രമേശ് ചെന്നിത്തല പറയട്ടെ. അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയേക്കാൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. ഇതെല്ലാം പറയട്ടെ. വേണുഗോപാലുണ്ട്, സതീശനുണ്ട്, നമ്മുടെ AK ആന്റണിയുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്ന് ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. വർഗീയതയെക്കുറിച്ച് പറയാൻ VD സതീശൻ എന്ത് യോഗ്യതയെന്നായിരുന്നു G സുകുമാരൻ നായരുടെ വിമർശനം. സമുദായങ്ങളുടെ നിരങ്ങലെന്ന് പറഞ്ഞ നേതാവ് സിനഡ് യോഗം ചേർന്നപ്പോൾ നിരങ്ങാൻ പോയെന്നും കുറ്റപ്പെടുത്തി. സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത് ശരിയാണ്. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി
ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണു. എന്തിനാ അങ്ങത്തെ പോയ എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ ആൾക്കാർക്ക് യോഗ്യതയൊന്നുമില്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയാം, പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് പൊറുക്കണം. അതാണ് അതിൻ്റെ ശരി. വെള്ളാപ്പള്ളി ഭിന്നിപ്പിന് പലരുടെയും ഉപകരണമായി മാറുകയാണെന്നായിരുന്നു VD സതീശന്റെ മറുപടി. വിദ്വേഷ പ്രസംഗം ആരു നടത്തിയാലും എതിർക്കും. തിരുവനന്തപുരത്ത് കാന്തപുരത്തിന്റെ കേരളയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും സതീശൻ പറഞ്ഞു. ഒരു സാമുദായികമായ ഐക്യം വേണം, മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാകണം. അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ മതപരമായ സ്പർദ്ധ, ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഈ BJP CPMന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം. അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അതിനെയും പറയും. അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞില്ല, ഇനി അങ്ങനെ പറയില്ല. എല്ലാവരും കൂടി ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അസാധാരണമായ രാഷ്ട്രീയ സാമുദായിക സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. നമുക്കറിയാം, കുറേ നാൾ മുൻപ് NSSും SNDPയും തമ്മിൽ ഒരു ഐക്യപ്പെടലുണ്ടായിരുന്നു. പിന്നീട് അതെന്ത് സംഭവിച്ചുവെന്ന് കേരളം കണ്ടതാണ്. വലിയ വിമർശനം നേതാക്കൾ പരസ്പരം ഉന്നയിക്കുന്നത് വീണ്ടും കണ്ടതാണ്. ബദ്ധശത്രുക്കളായിരുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും വീണ്ടും ഒന്നിക്കുമ്പോൾ അതിന് പിന്നിൽ എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ ഇരയായി മാറുന്നത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജി ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീത്ത്, വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഒരുമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു, മുൻകൈ എടുക്കുമെന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ സുകുമാരൻ നായർ വാർത്താ സമ്മേളനം വിളിക്കുന്നു, ഞങ്ങളും തയ്യാറെന്ന് പറയുന്നു. ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കി ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു തിരക്കഥ തന്നെയല്ലേ? ശ്രീത്ത്, ഇങ്ങനെ ഒരു തീരുമാനം അതിപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായ ഒന്നാണെന്ന് കരുതാൻ സാധിക്കില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഈ വിഷയം പറഞ്ഞിരുന്നു, ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുന്നു, തൊട്ടു പിന്നാലെ സുകുമാരൻ നായരും മാധ്യമങ്ങളെ കാണുന്നു. ഇത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയെടുത്ത ചില സംഭവ വികാസങ്ങളുടെ പരിണിത ഫലമെന്ന് വേണ്ടേ കരുതാൻ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ചു കാലമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ശബരിമല വിഷയം ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ എടുത്ത നിലപാടുകളുണ്ട്. കോൺഗ്രസിൻ്റെ ചില നിലപാടുകളിൽ NSSന് ഉൾപ്പെടെ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് VD സതീശൻ നടത്തുന്ന നീക്കങ്ങൾ എന്ന് തന്നെ നമുക്ക് തുറന്നു പറയാം. VD സതീശനെ കയറഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്നാണ് സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സതീശൻ മാത്രമാണോ ഉള്ളത്, മറ്റെത്ര നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീശൻ നടത്തുന്ന നീക്കങ്ങളെ പ്രത്യക്ഷത്തിൽ ആക്രമിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്ന് ഇപ്പോഴത്തെ ഒരു ഇത് കണ്ട് ചിന്തിക്കേണ്ട. അഹങ്കാരമാകാം, പക്ഷെ ഒരുപാട് അഹങ്കാരം പാടില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുവെ മറ്റു കോൺഗ്രസ് നേതാക്കളെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ കോൺഗ്രസിൻ്റെ നില അത്ര സേഫാണ് എന്ന് പറയുന്ന നിലയിലേക്ക് സുകുമാരൻ നായർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, BJPയും എതിർക്കുന്നുണ്ട്. ഒരു പരിധിവരെ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ശബരിമലയിലെ ഈ അയ്യപ്പ സംഘവുമായി ഒക്കെ ബന്ധപ്പെട്ട് NSS എടുത്ത
ഒരു പരിധിവരെ സർക്കാർ അനുകൂല നിലപാട് അത് ഇന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി കടന്നാക്രമിക്കപ്പെടുന്നു, അതിനെന്താണ് പ്രതിവിധി എന്നത് പലതരത്തിലുള്ള ചർച്ചകളും സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകും. അവിടെ ആയിരിക്കാം ഒരു പക്ഷേ NSS SNDP ഐക്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പരാമർശങ്ങളോടൊന്നും പ്രതികരിക്കാൻ താൻ തയ്യാറല്ല. അതായത് ഈ വർഗീയം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ അത് വർഗീയമല്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജി സുകുമാരൻ നായർ. അത് സംഘടനകൾക്കെതിരെയാണ്, ഇപ്പോൾ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾക്കെതിരെയാണ് പറയുന്നത്, അത് മതത്തിനെതിരെയല്ല എന്നുകൂടി ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നും അല്ല എന്ന് ചൂണ്ടിക്കാണിക്കൊണ്ട് ജി സുകുമാരൻ നായർ നടത്തിയ ഈ ഒരു പ്രതികരണം അത് വളരെ ഗൗരവമേറിയതാണ്. സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക്, രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു പ്രബലമായി രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്ട് 1.25 മണിക്കൂറോളം, 1 മണിക്കൂറിലധികം സമയമാണ് ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുന്നത്. അത് സമീപകാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അപൂർവമായാണ് വാർത്താ സമ്മേളനം തന്നെ നടത്താറുള്ളത്. ദൃശ്യമാധ്യമങ്ങൾക്കടക്കം പ്രവേശനമുള്ള പരിപാടികൾ തന്നെ കുറവാണ്. അവിടെയാണ് ഇത്ര ദീർഘമായി ഇരുന്നു കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ, എനിക്ക് പറയാനുണ്ട്, ഏത് വിഷയത്തിലും ചോദിച്ചോളൂ. ഇപ്പോൾ ശബരിമല തന്ത്രി അറസ്റ്റിലായവനെ അദ്ദേഹം ഒരു തരത്തിലും അവർ മനുഷ്യരല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ദൈവതുല്യരൊന്നുമല്ല, പോലീസിനെയും കോടതിയെയും അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്ത്രി കണ്ഠരരും മോഹനരുമായി ബന്ധപ്പെട്ട പണ്ടുണ്ടായ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ശ്രീത്ത് അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ആദ്യം വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ സുകുമാരൻ നായർ നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു ലക്ഷ്യത്തിന് കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് എന്ന് കരുതണം. സർക്കാരിനെ ഒരു പരിധിവരെ സഹായിക്കുന്ന നിലപാടുകൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസിനെ എതിർക്കുന്ന നിലപാടാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഇതിൽ, അതായത് കോൺഗ്രസ് ഒരു കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഏതാണ്ട് എല്ലാ സാധ്യതയുമുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ജി സുകുമാരൻ നായർ നടത്തുന്ന ഇപ്പോഴത്തെ ഈ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് VD സതീശന് വർഗീയവാദത്തിനെതിരെ പറയാൻ ഒരു യോഗ്യതയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം സിനഡിൽ പോയത് തിണ്ണനിരങ്ങലല്ലേ എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറവൂരിൽ തന്നെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1.5 മണിക്കൂറാണ് NSSന്റെ തിണ്ണയിലിരുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് താൻ അവിടെ വിളിച്ചു പറഞ്ഞ് അവിടെ താഴെ തട്ടിലുള്ളവരടുത്തൊക്കെ വിളിച്ചു അത്തരത്തിലൊരു പ്രവർത്തനത്തിന് പോലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് പുറത്തിറങ്ങി തങ്ങളെ അധിക്ഷേപിച്ചത്. ഇങ്ങനെ അധിക്ഷേപിച്ചൊരു നേതാവില്ല എന്ന് ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖമായി മാറുന്ന ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കടക്കം എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന VD സതീശനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു. അത് കേവലം VD സതീശനെ എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ വയ്യ. കാരണം കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലാകുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകും. അപ്പോൾ ഫലത്തിൽ അത് ഗുണം ചെയ്യുക അത് ഒരു പരിധിവരെ ഇടതുമുന്നണിക്കായിരിക്കും. നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പലയിടത്തും നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അത് തന്നെ ആകും എന്ന് കരുതാൻ വയ്യ. ഫലത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ നിലപാട്, ഈ ഇരു സാമുദായിക സംഘടനാ നേതാക്കളുടെ നിലപാട് ഫലത്തിൽ അത് ഇടതുമുന്നണിക്ക് ഒരു പരിധിവരെ ഗുണമാകുന്ന നിലപാടായി മാറുന്നു എന്ന് തന്നെ നമുക്ക് വായിക്കേണ്ടി വരും. ഇതിനു മുൻപ് സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു ഐക്യകാഹളം നടത്തിയത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ഈഴവ നായർ ഐക്യത്തിന് ആഹ്വാനമായാണ് SNDPയും NSSും ഐക്യം അനിവാര്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിന് പിന്തുണയുമായാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. യോജിച്ചു പോയാൽ ഒരു രാജ്യത്ത് സുനാമി സംഭവിക്കുമോ? എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങളൊന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരൂ. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ നായാട് തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ
ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പ് സംവരണ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആ കാലത്ത് അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായി രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ചു, ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ്. എന്നാൽ NSനെ SNDPയും തെറ്റിച്ചത് ലീഗ് എന്നാണ്. ലീഗ് എന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണത്തോട് വിയോജിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ലീഗ് തള്ളിക്കളഞ്ഞു. അല്ല, ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല. അറിയിക്കാത്തൊരു കാര്യത്തിന് ഞങ്ങളെന്തിനാ രംഗത്തിറങ്ങുന്നത്? അതുകൊണ്ട് അത് അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, വെള്ളാപ്പള്ളിയുടെ സതീശൻ വിരോധം ഇതാദ്യമല്ല. ഇത്തവണ ഒരു പടി കൂടി കടന്ന് തൻ്റെ വർഗീയതയെക്കുറിച്ച് താൻ വർഗീയവാദിയാണോ എന്ന് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും AK ആന്റണിയുടെയും KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേര് പറയുമ്പോൾ പന്ത് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വെള്ളാപ്പള്ളി. തീർച്ചയായിട്ടും ഇന്നും വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു. VD സതീശനായിരുന്നു മുഖ്യ ടാർഗറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റ് ആളുകളെ കുറിച്ച്, അതായത് KC വേണുഗോപാലിനെ ആണെങ്കിലും രമേശ് ചെന്നിത്തലയെക്കുറിച്ചും AK ആന്റണി അടക്കമുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ പൂർണ്ണ യോഗ്യരാണ് എന്നുള്ള ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന അതേ സമയത്ത് തന്നെയാണ് യോഗ്യനാണെന്ന് അഭിനയിക്കുന്ന ആളാണ് VD സതീശൻ എന്ന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇന്നലെ പൂത്ത തകരയാണ് എന്നാണ് VD സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി ഇന്നും വെള്ളാപ്പള്ളി ടാർഗറ്റ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDFന്റെ പ്രധാന ഒരു മൂവ്മെന്റിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അത് UDFനും ഒപ്പം തന്നെ VD സതീശനും കൃത്യമായ പ്രഹരം ഏൽക്കുന്ന രീതിയിൽ VD സതീശനിലൂടെ UDFനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി തന്നെയായിരുന്നു ഇന്നും വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, രഞ്ജിത്ത്, കാണിച്ചുകുളങ്ങരയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു മാധ്യമപ്രവർത്തകരെ വിളിച്ച് കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് സമയം നൽകി ഇന്ന സമയത്ത് താൻ കാണുമെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്ക് ശേഷം തന്നെ സുകുമാരൻ നായരുടെ അല്ലെങ്കിൽ NSSന്റെയും പ്രതികരണം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായൊരു നീക്കുപോക്കൂടെ കൂടിയാലോചനയോടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു നിലപാടിലേക്ക് NSSും SNDPയും കൈകോർത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായ ഒരു രീതി തന്നെയാണ്. അത് കൃത്യമായി ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ് രണ്ടുപേരുടെയും മിനിറ്റുകളുടെ വ്യത്യാസത്തിലുള്ള പ്രതികരണം എന്നുള്ളത് തന്നെയാണ്. ഇന്നും ലീഗിനെ അറ്റാക്ക് ചെയ്ത് തന്നെയാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ലീഗാണ് NSSനെയും SNDP, കോൺഗ്രസ് അല്ല, ലീഗാണ് SNDPയെയും NSSനെയും രണ്ട് ധ്രുവങ്ങളിലാക്കി തെറ്റിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ മാത്രമാണ് അതിന് ഉത്തരവാദികൾ എന്നുള്ളതാണ്. താൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരല്ല, മറിച്ച് ലീഗിനാണ് താൻ എതിര് എന്നുള്ളതാണ്. ആ ഒരു തന്ത്രം ഇനി നടക്കില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞത്. കാലത്തിന് എല്ലാം ഒരു സമയമുണ്ട്, ആ സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കും, അതിനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. മാത്രമല്ല, ഒരുമിച്ച് പോവുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ആ അനിവാര്യതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തന്നെ സുകുമാരൻ നായർക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യം രംഗത്ത് വരുന്നത്. പരസ്യമായി സുകുമാരൻ നായരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. അതിൽ കൃത്യമായ ഒരു ഇടത് മൂവ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു നിലപാടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് ജയിക്കും എന്നതിനെ സംബന്ധിച്ച് ഇനി താൻ പറയുന്നില്ല, ജയിക്കുന്നവർ ഭരിക്കും എന്ന നിലപാട് അല്പം അയവ് വരുത്തിയ വെള്ളാപ്പള്ളി ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞത് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്നതിന് പിന്നിൽ ഇത്തരം ഒരു നീക്കവും അതിൻ്റെ ഒരു
വിജയത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. 21-നാണ് ആലപ്പുഴ നഗരത്തിൽ വെച്ച്, ആലപ്പുഴയിലെ പ്രിൻസ് ഹോട്ടലിൽ വെച്ച് 50 രാജ്യത്തെ തന്നെ എല്ലാ SNDP യൂണിയൻ്റെയും ഭാരവാഹികളെ ആലപ്പുഴയിൽ എത്തിച്ച് ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കണം, എന്തായിരിക്കണം ആ ഒരു രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് പോകുമ്പോൾ എടുക്കേണ്ട വിട്ടുവീഴ്ചകൾ, എന്ത് നിലപാടുമായി മുന്നോട്ട് പോകണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനമുണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. 21-ന് ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സുനാമി ഒന്നും വരില്ലല്ലോ ഒരുമിച്ച് പോയാൽ എന്നുള്ള ചോദ്യമാണ് പരിഹാസ രൂപേണ NSSന്റെയും SNDPയുടെയും ഒരുമിച്ച് പോക്കിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത്. അത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇത്തരമൊരു ഐക്യം, ഹിന്ദു ഐക്യം എന്നതിനെ സംബന്ധിച്ച് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. അതിൽ തന്നെ സഭയുമായി ബന്ധപ്പെട്ട ആളുകളെയും കണ്ടു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള രീതി മാറ്റി, സ്ഥിരം പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം മാറ്റി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പ്രയോഗമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടത്തിയത്. അതിൽ തന്നെ സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വത്തിലുള്ള ആളുകളെ കൂടി കണ്ട് അവരെ കൂടി തങ്ങളോടൊപ്പം നിർത്തി അനുനയിപ്പിച്ചൊരു ഐക്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഒരു നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും അത് വലിയ വ്യത്യാസം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ്. KC വേണുഗോപാലെയും രമേശ് ചെന്നിത്തലയും വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. മറ്റു സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല, അങ്ങനെ ചെയ്താൽ അവർ വിമർശിക്കപ്പെടുമെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സമുദായത്തിനെയല്ല. അതേസമയം വെള്ളാപ്പള്ളി നടേശനുമായി ഒരു തർക്കത്തിനുമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വെള്ളാപ്പള്ളി വളരെ സീനിയറായിട്ടുള്ള വ്യക്തിയാണ്, പല അഭിപ്രായങ്ങളുണ്ടാകും, അത് ക്രോഡീകരിച്ച് മുന്നോട്ട് പോകും. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും ഒരു തർക്കത്തിനുമില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്, എത്രയോ പ്രായം ചെന്നാളാണ്. ഞാനതിന് ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാളപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ വരും. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല സംശുദ്ധ രാഷ്ട്രീയ മൂവ്മെൻറ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ജനവിഭാഗമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു സമഭാവനയുള്ള രൂപത്തിലാണ്. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. NSS SNDP ഐക്യത്തിൽ BJPക്ക് ആശങ്കയില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരും തമ്മിൽ ഐക്യം വേണം, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും ഐക്യം വേണമെന്നും അധ്യക്ഷൻ പറഞ്ഞു. അല്ല, അങ്ങനെ ആശങ്കയൊന്നുമില്ലല്ലോ. അത് ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ചോദിക്കുന്ന ആളല്ല. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അവർക്ക് ഒരു പുതിയ കേരളം വേണം, അവർക്ക് ഒരു നല്ല ഭാവി വേണം. ഈ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് LDF UDFന്റെ ഒരു പിങ് പോങ് രാഷ്ട്രീയമല്ല അവർക്ക് വേണ്ടത്, ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. സുരേഷ് ഗോപിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. സുരേഷ് ഗോപി ജനിച്ച ശേഷം NSS ആസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യവുമായാണ് ഒരിക്കൽ വന്നത്. NSS ബജറ്റ് ദിവസമാണ് സുരേഷ് ഗോപി എത്തിയത്. തൃശൂർ പിടിച്ച പോലെ NSS പിടിക്കാൻ സുരേഷ് ഗോപി വരേണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകം ഈ മണ്ണി കാലുകുത്തിയിട്ടില്ലാത്ത അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. ഒരു സംഘടന അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു പരമാധികാര സഭയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കയറി വരാൻ എന്താ അതിൻ്റെ അർത്ഥം?
അപ്പോൾ തൃശ്ശൂർ പിടിച്ച പോലെ NSS ഒന്നും പിടിക്കാനൊക്കത്തില്ല. ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. ഈ പെരുന്നയിൽ പോയിട്ട് അങ്ങനെ സമുദായങ്ങളുടെ പിന്തുണ പാടില്ല എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനത്തെ അവിടെ പോയി വോട്ട് ചോദിച്ചു പിന്നീട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പെരുന്നയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായതിനു ശേഷം പോയിട്ടുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, പെരുന്നയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൂടിയാണ് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കണ്ടത്. ഞാൻ അതിനുശേഷം അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണ്, എല്ലാവരെയും കാണുന്ന ആളാണ്, എല്ലാവരെയും കാണും. ഈ വാക്കും പ്രവർത്തിയും തമ്മിലൊരു ബന്ധമില്ലാതെ അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു സമുദായ നേതാവിനെയും കാണില്ലെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. കേരളത്തിൽ ആർക്കാണ് ഞാൻ രഹസ്യമായിട്ട് എവിടെ പോയിരിക്കുന്നത്? ഞാൻ എല്ലാവരെയും കാണാൻ പോകാറുണ്ട്, എല്ലാ ആളുകളെയും കാണാൻ പോകാറുണ്ട്. ഇന്നലെയും ഒരു യോഗത്തിൽ ഞാൻ തിരുവല്ലയിൽ കുമ്പനാട് ഒരു സമ്മേളനത്തിൽ ഞാൻ സംബന്ധിച്ചു. ഇപ്പോൾ ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പെന്തക്കോസ്തുകാരുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് അതിന്റെ തലേദിവസം മുസ്ലിം സംഘടനയുടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് ജിഫ്രി തങ്ങളുടെ പരിപാടി സംഘടിപ്പിച്ചു. ഇനിയിപ്പോൾ ദളിത് സംഘടനകളുടെ എല്ലാവരുടെയും കൂടി ഒരു യോഗം ചേരുന്നുണ്ട്. എന്റെ സാന്നിധ്യം ഞാനുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിരിക്കുന്ന പൊസിഷൻ വെച്ച് നമ്മളെല്ലാവരും വിളിക്കും, നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോവും, എല്ലാ സംഘടനകളുമായി സമുദായ സംഘടനകളിലെയും സമുദായ നേതാക്കന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അങ്ങനെയല്ലേ കേരളത്തിൽ? എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തില്ലേ? അതിനെന്താ തെറ്റ്? അല്ലെങ്കിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഞാനൊരു സമുദായ നേതാവിനെയും കാണില്ല. ഞാൻ എല്ലാത്തിൽ നിന്നും വിട്ടു. വർഗീയതയ്ക്കെതിരെ പറയുന്നതും ഈ സമുദായ നേതാക്കന്മാർ മുഴുവൻ വർഗീയവാദികളാണോ കേരളത്തിലെ? അല്ലല്ലോ. വർഗീയതയ്ക്കെതിരെ നമ്മൾ സംസാരിക്കുന്നതും ഇപ്പോൾ ഒരു സമുദായത്തിന്റെ ഒരു പ്രശ്നം വന്നു, ഞാൻ എന്റെ പഴയ പ്രസംഗമുണ്ട്, ഞാൻ MLA ആയിരിക്കും നടത്തിയ പ്രസംഗമുണ്ട്. സമുദായങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം, അവരോടൊരു അനീതി കാണിച്ചാൽ നമ്മളാണ് ആദ്യം അവിടെ ഓടിയെത്തേണ്ടത്. അവരെ സഹായിക്കണം ആ സമയത്ത്. അത് സംശയം എന്താ? സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയ്ക്കെതിരെ പറയുന്നതും തമ്മിൽ എന്താ ബന്ധം? വർഗീയതയ്ക്കെതിരെ പറയുന്ന ഒരാൾക്ക് സമുദായ നേതാക്കന്മാരെ കാണാൻ പാടില്ലേ? എനിക്കത് മനസ്സിലാകുന്നില്ല, എന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, എന്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ വിമർശനത്തിൽ കഴമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും, ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കും. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെന്താ? എനിക്കങ്ങനെ പിടിവാശിയൊന്നുമില്ല. എന്നെ ആരും വിമർശിക്കാൻ പാടില്ല, എനിക്കങ്ങനെ അസഹിഷ്ണുതയൊന്നുമില്ല. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിക്കുക, ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നോട് കേരളത്തിൽ യോജിച്ചോളണം, ഞാൻ പറയുന്ന കാര്യത്തിന് കൂടെ എല്ലാവരും നിന്നോളണം എന്നൊന്നും ഒരു പിടിവാശിയും എനിക്കില്ല. പക്ഷെ അഭിപ്രായങ്ങൾ പറയും. സിനഡിൽ പോയാൽ കണ്ടാൽ എന്താ കുഴപ്പം? ആരെയാണ് ഞാൻ അവഗണിച്ചത്? ഞാൻ സിനഡ് പോയപ്പോൾ എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം, ഞാൻ അവരെ പോയി കണ്ടു, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ആരെയും അവഗണിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടിയൊന്നുമില്ല. നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം, ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് തന്നെയാണ് എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എനിക്കൊരു വിരോധമില്ലെന്ന്. അത് എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ പ്രായമായ ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയില്ല. എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കൾ പറഞ്ഞു, എത്രയോ സമുദായ നേതാക്കൾ പറഞ്ഞു, അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. മോശമായ വാക്കൊന്നും ഉപയോഗിച്ചില്ല. ഇന്നലെയൊക്കെ എനിക്കെതിരെ എത്ര മോശമായ വാക്കുകൾ. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഊളംപാറയിലെ, അതായത് എനിക്ക് ഭ്രാന്താണെന്നല്ലേ എന്റെ അർത്ഥം. ഊളംപാറ എന്ന് പറഞ്ഞാൽ ഊളംപാറ മാനസിക രോഗ ആശുപത്രി. എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ വന്നു പറഞ്ഞു. ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം ആക്ഷേപം, ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു. ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ. പക്ഷെ പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ പറയില്ല, വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്റ്റാൻഡാണ്. വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. അത് കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. വർഗീയത ആര് പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡേർഡ്. അതൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞല്ല, എന്നെ ഇഷ്ടമായിരിക്കില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ ചിലപ്പോ ഇഷ്ടമാവില്ല, ചിലപ്പോൾ നമ്മുടെ സംസാര രീതി ചിലപ്പോൾ ഇഷ്ടമാവില്ല,
ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരും. അതൊക്കെ സ്വാഭാവികമല്ലേ. അതൊക്കെ എല്ലാം അവർക്കുള്ള അവകാശമാണ്. അതൊക്കെ ഒരാളെ ഇഷ്ടപ്പെടുക. നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. അതൊക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയടത്തില്ല. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഏത് ഭാഷയിലും. ഇപ്പൊ എനിക്കത് ശീലമായി, ഈ ഭാഷയൊക്കെ കേട്ട് നല്ല ശീലമായി. പക്ഷെ കേരളം ഉണ്ട്, എനിക്ക് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് വലിയ വിശ്വാസം. അവരെല്ലാം ഇത് നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ തിളക്കമാർന്ന വിജയം നേടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം. കേരളത്തിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടിയ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനിലും ബൈ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ ഇലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ ഇലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അതിനെന്താ കുഴപ്പം? രാഷ്ട്രീയ നേതാക്കൾ എന്ന ഇരുമ്പൊലൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളെ ചെയ്യട്ടത്. ഞാനൊരു നിസ്സാരക്കാരനല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നേ അങ്ങേ ലക്ഷ്യമിടുന്നത് യാദൃശ്ചികമാണോ? അങ്ങനെ എഴുതാൻ പറ്റുമോ? അത് ആയിക്കോട്ടെ. ഞാനത് വേറൊരു തരത്തിൽ അത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഞാനത് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്തും. കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ കോംപ്രമൈസ് ഇല്ലാതെ പോരാടിയാണ് വർഗീയതക്കെതിരെ. ഞങ്ങൾ ആ കൂടെ നിന്നുകൊണ്ട് വർഗീയതയായിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. അല്ല, അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും. ഞാൻ പറയേണ്ട ഉത്തരവാണ്. വേറെ ആളുകൾ പറയേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പാർട്ടിയുടെ നിലപാട് ഇതാണ്. ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം വേറെ ഏത് നിലപാടാണ് പറഞ്ഞേക്കുന്നത്? വർഗീയത പറയരുത് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലേ? ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പാടില്ല, മനസ്സിലായി? വിദ്വേഷ പ്രസംഗം നടത്തരുത്. ഇത് കോൺഗ്രസ് ലൈനാ. എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി നാളെയും വരുമ്പോൾ അദ്ദേഹം പറയാൻ പോണത് ഇത് തന്നെയല്ലേ? അതാണ്. അതിലൊന്നും ഞാനെന്ത് പറയാം, അഭിപ്രായം പറയും. അല്ല, ഞാൻ അതിന് അഭിപ്രായം പറയില്ല. ലീഗിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഒന്ന് തന്നെയല്ലേ? ലീഗ് ഞങ്ങളുടെ മുഖ്യധാര കക്ഷിയല്ലേ? ടീം UDF അല്ലേ? കോൺഗ്രസിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏത് കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളത്? വർഗീയതയ്ക്കെതിരെയുള്ള കാര്യത്തിലൊക്കെ ലീഗിന്റെ അഭിപ്രായം അത് തന്നെയല്ലേ? എന്തിനാ ലീഗിനെ വലിച്ചടക്കണത്? ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വർഗീയത കൊണ്ടുവരാൻ നോക്കുക. ഒന്നുകിൽ ലീഗിന്റെ പേര് പറയില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ പേര് പറയും. ഇതാണ് ഈ ലീഗിന്റെ പുറകെ ഇവര് നടന്നതല്ലേ? ഈ CPI നടന്നതല്ലേ? ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നതാണ്? ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്ന് ഇവര് പറഞ്ഞിട്ടില്ലേ? ഞാൻ കാണിച്ചു തരല്ല, ജനാധിപത്യ മതേതര പാർട്ടിയാണ്, ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടില്ലേ? അവര് പുറകെ നടന്ന കാലത്ത് കിട്ടാതെ മുന്തിരിക്ക പുളിക്കുമെന്ന് പറഞ്ഞവര്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിന്റെ പുറകിലൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഞങ്ങള് വളരെ സന്തോഷത്തിലാണ്, വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. മതേതര കേരളമാണ് UDFന്റെ കൂടെ. മതേതര കേരളം UDFന്റെ കൂടെ. അത് ഈ മതേതര കേരളം ഒന്നുകൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവര് തെളിയിക്കാൻ പോവാണ്. ഇത് മതേതര കേരളമാണ് എന്ന് എല്ലാ വർഗീയവാദികളോടും ഈ കേരളം ഒരുമിച്ച് പ്രഖ്യാപിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാതെ. പൊളിറ്റിക്സ് അല്ലേ, രാഷ്ട്രീയല്ലേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? വരട്ടെ, കാണാം. VD സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. തന്റെ നിലപാടിൽ ഒരു ഇഞ്ചു പോലും പിറകോട്ടില്ല എന്ന് സതീശൻ പറയുകയാണ്. ഐക്യത്തിൽ സന്തോഷമുണ്ട്, തനിക്കെതിരെയുള്ള ആക്രമണത്തിൽ വ്യക്തിപരമായി തനിക്കൊരു സന്തോഷമുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞാണ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് മടങ്ങിയത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി. ആനന്ദബോസിന്റെ ഒരു ആരോപണം പ്രശസ്തിക്ക് വേണ്ടി പുഷ്പാർച്ചന നടത്തണമെന്ന് ആനന്ദബോസ് ആവശ്യപ്പെട്ടിട്ടില്ല. NSS ആസ്ഥാനത്ത് ആർക്കും വരാം, പക്ഷേ വരേണ്ട രീതിയിൽ വരണമെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. CV ആനന്ദബോസ് ഇവിടെ വന്നു. നിങ്ങൾ തന്നെയല്ലേ പത്രത്തിനകത്ത് CV ആനന്ദബോസിനെ സ്വീകരിച്ച് കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് നേരെ കാറെ കൊണ്ടുവന്ന് കയറ്റി വിടുന്നത്, ഡോറ് തുറന്ന് കയറ്റി വിടുന്നത്. ഞാൻ അങ്ങനെ ഒരുത്തരും ഡോറ് തുറന്ന് കയറ്റി കൊടുത്തിട്ടില്ല.
ഇവിടുന്ന് നിങ്ങൾ തന്നെയല്ലേ പരസ്യപ്പെടുത്തി. ഞാൻ പോലും ഓർമ്മയില്ലാതെ നിങ്ങൾ ചാനലിൽ കൂടെ അത് പെട്ടെന്ന് വന്നു. അങ്ങനെ ചോദിച്ചില്ല. ആ ചോദിക്കാത്ത ആളിനെ ഇതിന്റെ കൂട്ടുപ്രവർത്തനം നടത്തിയിട്ട് എന്ന് പറയണം. ഇവിടെ ആർക്ക് വേണേലും ഇവിടെ വരാം, പക്ഷെ വരേണ്ട രീതിയിൽ വരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സ്ഥിരീകരണവുമായി VSSCയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം. 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞെന്ന് കണ്ടെത്തൽ. റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നതായി സ്ഥിരീകരിച്ച VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള സ്ഥിരീകരണം വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് VSSC എത്തി നിൽക്കുന്നത്. വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് നൽകിയ സ്വർണം പൊതിഞ്ഞ പാളിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി, തിരിച്ചു കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയും തമ്മിലുള്ള താരതമ്യ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്ന സ്വർണ്ണപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണത്തിന്റെ വ്യത്യാസം നല്ലതുപോലെ വന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുമാണ് VSSCയുടേത്. ഈ റിപ്പോർട്ട്, ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് വെള്ളിയാഴ്ചയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ VSSC സമർപ്പിച്ചത്. അത് മുദ്രവെച്ച കവറിലാണ് സമർപ്പിച്ചിരുന്നത്. അത് SITക്ക് കൊല്ലം വിജിലൻസ് കോടതി കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും ചേർത്ത്, അതല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇനി കൂടുതൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുടെ വിവരങ്ങളും ചേർത്ത് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ വഴിത്തിരിവാകുന്ന ഒരു റിപ്പോർട്ടാണ്, അതല്ലെങ്കിൽ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ തലവൻ ADGP H. വെങ്കടേഷാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ദ്വാരപാലക ശില്പത്തിലും സ്വർണ്ണപ്പാളിയിലും തൂക്കത്തിലും അളവിലും വ്യത്യാസം വന്നിട്ടുണ്ട്, സ്വർണത്തിന്റെ അളവിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തൽ. എന്തായാലും ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പോറ്റി കൊണ്ടുപോയിട്ടുള്ള കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലുമാണ് സ്വർണത്തിന്റെ തൂക്കവും അളവും അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. ആ കണ്ടെത്തലാണ് ഇപ്പോൾ VSSC നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ സംശയമുണ്ടെന്ന് കെ മുരളീധരൻ. പഴയ സംഭവങ്ങൾ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമം നടക്കുന്നു, മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, അത് കോടതിയുടെ നിയന്ത്രണത്തിലാകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. 2019 സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ 2017 പോകുമ്പോൾ ഞങ്ങൾക്കൊരു കേസ് അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ 2019 സ്വർണ്ണക്കൊള്ള നടത്തിയത് രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ SITയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സംശയമുണ്ട്. ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം SITയുടെ മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കടകംപള്ളി ഉൾപ്പെടെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും. എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കെട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ശബരിമലയിൽ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണം, തന്ത്രിയെ സംബന്ധിച്ച അഭിപ്രായമില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും രാജീവ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ശരിയായ ദിശയിലെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണം. തന്ത്രി ദൈവത്തിന് തുല്യമല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഇവിടെ ഇതുപോലുള്ള ഒരു എന്താ ജനങ്ങളാണോ രാഷ്ട്രീയക്കാരാണോ ശിക്ഷിക്കുന്നത്, ആളുകളെ കണ്ടുപിടിക്കുന്നത്? അതല്ല, അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുണ്ട്, കോടതിയുണ്ട്. ആ കോടതിയും ഗവൺമെൻറ് സംവിധാനങ്ങളും ന്യായമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കണ്ടുപിടിക്കട്ടെ, ആരാണേലും കണ്ടുപിടിക്കട്ടെ. ഞങ്ങളത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആരാണേലും കണ്ടുപിടിക്കണം, കർശനമായ ശിക്ഷ കൊടുക്കണം, ഈ തൊണ്ടി മുതലെല്ലാം ഈടാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ശരിയാ, നമുക്ക് പറയാൻ അവകാശമുണ്ട്. അത് പോരാ, ഇത് പോരാ. ഞങ്ങളുടെ നോട്ടത്തിലതില്ല. അത് ശരിയാവണ്ണം കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും കോടതിയുടെ ഇടപെടൽ കൊണ്ട് വളരെ ശക്തമായിട്ടത് പോകുന്നുണ്ടെന്നുള്ള അഭിപ്രായം. അത് വരട്ടെ, അതിൻ്റെ വരട്ടെ.
അതിന് തന്ത്രി ആയാലും കൊള്ളാം, മന്ത്രി ആയാലും കൊള്ളാം, ആരായാലും നമ്മളെ പോലെ തന്നെ മെച്ചയും മാംസമൊക്കെ ഉള്ള ആളുകളാണ്. അവർക്കും ചിന്താഗതിയൊക്കെ ഉണ്ട്. അതാ ഇതിനു മുമ്പ് അങ്ങനെ പരാതി ഉണ്ടാകില്ല. ഒരു ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ്റെ പേരിൽ ഉണ്ടായില്ല എറണാകുളത്ത്. സ്ത്രീ വിഷയം സംബന്ധിച്ച് അത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയല്ലായിരുന്നു. അതുകൊണ്ട് തന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് തുല്യനാണെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. അത് അവർക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമെന്ന് കരുതിയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിൽ അന്വേഷണം. പിതാവ് ഷിജിൽ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയായിരുന്നു കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് അമ്മയുടെ കുടുംബത്തിന്റെ പരാതി. ഭർത്തൃവീട്ടുകാർ കൃഷ്ണപ്രിയയെ ഉപദ്രവിച്ചിരുന്നുവെന്നും കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. കുട്ടിയുടെ അച്ഛൻ പോലീസ് നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിന്റെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് കഴിച്ച 1 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയും അതിനെ തുടർന്ന് ചെറിയ ദുരൂഹതയും മറ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു കുട്ടിയുടെ 1 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുടെ വീട്ടിന്റെ മുൻപിലാണ്. ഇഹാൻ എന്നാണ് കുട്ടിയുടെ പേര്. കൃഷ്ണപ്രിയയുടെ വീടിന് മുൻപാണ് നമ്മളുള്ളത്. ഈ ഒരു കൃഷ്ണപ്രിയയുടെയും ഷിജിലിന്റെയും പിതാവിന്റെ പേര് ഷിജിൽ എന്നാണ്. ഷിജിലിന്റെയും വിവാഹം കഴിഞ്ഞ് അതിനുശേഷം ഇവർ കുടുംബപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം, അതായത് ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കാരണം പിരിഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഒരു 40 ദിവസത്തിലധികം മാത്രമായിട്ടേ ഉള്ളൂ ഈ ഒരു 1 വയസ്സുള്ള കുട്ടി പിതാവിന്റെ കൂടി, അതായത് പിതാവിന്റെയും ഭാര്യയുടെയും അമ്മയുടെയും കൂടെ ഒരു വാടക വീട്ടിലേക്ക് മാറുന്നത്. നെയ്യാറ്റിൻകരയിലാണ്. ഇപ്പോൾ മുണ്ടുകോണത്തെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനുശേഷം അതായത് 45 ദിവസത്തോളം ഈ വാടക വീട്ടിൽ തുടരുകയും അവിടെ നിന്നും കുട്ടിക്ക് ഇടയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു പിതാവ് ബിസ്ക്കറ്റ് നൽകുന്നു. ആ ബിസ്ക്കറ്റ് നൽകിയ ഉടൻ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പിതാവ് കൊണ്ടുവന്ന ബിസ്ക്കറ്റാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച കുട്ടി മരണപ്പെട്ടു എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ ഒരു അമ്മ വീട്ടിൽ, അതായത് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കളടക്കം ആശുപത്രിയിൽ ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും പോലീസിന്റെ നേതൃത്വത്തിൽ പിന്നീട് പോസ്റ്റ്മോർട്ടം മറ്റ് ഫോറൻസിക് പരിശോധന അടക്കം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കുട്ടിയുടെ ഇടത് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം തലയുടെ ഭാഗത്തടക്കം പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസ് കടന്നതും. അതിനുശേഷം അതായത് പല ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായി കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കുട്ടിയുടെ, അതായത് പിതാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് മാറി നിൽക്കുകയും അമ്മയുടെ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്തത്. പക്ഷേ ആ വീട്ടിൽ നിന്നും ഭാര്യയ്ക്ക്, അതായത് ഈ അമ്മയ്ക്ക് കൂടുതൽ ഭർത്തൃ പീഡനം, അതായത് ആ വീട്ടിൽ നിന്നും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ കൃഷ്ണപ്രിയയുടെ അമ്മയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 1.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. 3 മാസം അവർ ആയപ്പോഴും അവർ അവിടെ നിന്ന് ഗർഭിണിയായി ഇവിടെ വന്നു. പിന്നെ പ്രസവം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 1 വയസ്സ് വരെ ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു കേസൊക്കെ ഉണ്ടെന്നാണ് ഒരു അത്ര നല്ലവരല്ല കൂട്ടുകാർ. നിലവിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഫലത്തിനായി പോലീസും കുടുംബാംഗങ്ങളും കാത്തിരിക്കുകയാണ്. കാരണം ഇതിൽ പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ശരിവെക്കുന്ന തരത്തിലുള്ള മറ്റ് തെളിവുകളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ വീട്ടിൽ ഈ മാതാവും പിതാവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലവും ഒപ്പം പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലവും വരേണ്ടി വരും. ഒപ്പം ഈ ഒരു പിതാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അമ്മയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരാഴ്ചയോളം സമയമെടുക്കും പോസ്റ്റ്മോർട്ടം ഫലം വരാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഇതിൽ എന്താണ് സംഭവിച്ചത്, കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതല്ലാത്ത തരത്തിലുള്ള ദുരൂഹതകൾ ശരിവെക്കുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. മുണ്ടുകോണത്ത് നിന്നും ക്യാമറമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടയാളെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പ്. സ്ഥാപനമായ NHF ഉടമ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ. UDF ഭരണകാലത്ത് ബിജുവിനെ പുറത്തിറക്കിയ ആളാണ് താനെന്നും ഇനിയും സംരക്ഷിക്കുമെന്നും നിഷ പീറ്റർ പറയുന്നു. ബിജു രാധാകൃഷ്ണൻ പണം വാങ്ങിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല. വൈദികർക്ക് പണം പോയെങ്കിൽ അവർ തെളിയിക്കട്ടെ. സോളാർ കേസിലെ പണം ബിജു നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും ഭീഷണിയുണ്ട്. ഓഫീസിലെ ജീവനക്കാർക്കെല്ലാം ബിജു രാധാകൃഷ്ണൻ തന്നെയാണ് ബിജു ജോർജ് എന്ന് വ്യക്തമായി അറിയാമെന്നും നിഷ പീറ്റർ പറയുന്നുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സാന്ത്വനം എന്ന പേരിൽ ട്രസ്റ്റ് നടത്തിയിരുന്ന മലപ്പുറം സ്വദേശിയായ റിൻഷാദിനെ
CSR ഫണ്ട് നൽകാമെന്ന് പറഞ്ഞു വലിയ തുക ബിജു രാധാകൃഷ്ണൻ തട്ടിയെടുത്തിരുന്നു. കോടനാട് ആസ്ഥാനമാക്കി ഒരു സ്ഥാപനം, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിപാലന കേന്ദ്രം സ്ഥാപിക്കുകയും ആ നിർമ്മാണത്തിനായി ഏതാണ്ട് 300 കോടിയിലധികം രൂപ നൽകാമെന്നാണ് ബിജു രാധാകൃഷ്ണൻ അറിയിച്ചത്. ഇതേ തുടർന്ന് പല ഘട്ടങ്ങളിലായി 27 ലക്ഷത്തോളം രൂപ റിൽഷാദിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. എന്നാൽ പണം വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പദ്ധതി നടപ്പിലാവുകയോ മറിച്ച് പണം മടക്കി കൊടുക്കുകയോ ഉണ്ടായ സാഹചര്യം ഉണ്ടായില്ല. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആദ്യം മുതൽ ബിജു രാധാകൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു നിഷ പീറ്റർ. തൻ്റെ സ്ഥാപനമാണ് എന്ന് നിഷ പീറ്റർ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പണമോ പദ്ധതിയോ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ പണം മടക്കി വേണമെന്ന ആവശ്യവുമായി നിഷ കെ പീറ്ററെ സമീപിച്ചത്. ഇത്തരത്തിൽ സമീപിച്ചപ്പോൾ നൽകിയ മറുപടി ആണിത്. താനാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നതെന്ന് നിഷ പീറ്റർ പറയുന്നു. ഒപ്പം UDF ഭരണകാലത്ത് തന്നെ UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ കേസുകളിൽ നിന്നും ഊരിയത് താനാണ്. താൻ എപ്പോഴും ബിജു രാധാകൃഷ്ണനൊപ്പം ഉണ്ടാവും. താൻ ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്ന ആളാണ്. തൻ്റെ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ മാത്രമാണ് ബിജു എന്നും പണം വാങ്ങിയതിന് തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിച്ചല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നും നിഷ പീറ്റർ പറയുന്നു. ഒപ്പം വൈദികർക്കടക്കം പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തെളിവുമായി മുന്നോട്ട് വരട്ടെ എന്നും അവർ പറയുന്നുണ്ട്. ഈ കേരളത്തിലെ CBI അടക്കം എല്ലാവർക്കും ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. എൻ്റെ സ്റ്റാഫുകളാണ് അവിടെ ഇരിക്കുന്നവരെല്ലാവരും. അത് നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അതിനകത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേടിച്ച് പിന്മാറുന്നവരെന്നല്ല ഞാൻ. പിന്നെ UDFിന്റെ ഭരണകാലത്ത് തന്നെ ബിജു രാധാകൃഷ്ണനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ധൈര്യം കാണിച്ച അഡ്വക്കേറ്റ് തന്നെയാണ് ഞാൻ. അച്ഛന്മാരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരോട് കേസ് കൊടുക്കാൻ പറഞ്ഞ നീ അച്ഛന്മാരുടെ വക്കാലത്തെടുക്കുന്ന അച്ഛന്മാർക്ക് തന്നെ വക്കീലിനെ വെക്കാൻ കഴിവില്ലേ? നേരത്തെ ഈ സ്ഥാപനം NHF എന്ന ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനം അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ നിഷയുടെ പേരിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരുന്നത്. പണം ആവശ്യപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിഷയുടെ ഭാഗത്തുനിന്നും ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. നേരത്തെ ന്യൂസ് 18 കാര്യം നിഷ കെ പീറ്ററുമായി സംസാരിച്ചപ്പോൾ തൻ്റെ സ്ഥാപനമാണ്, ബിജു ഇവിടെ ഒരു ജീവനക്കാരൻ മാത്രമാണ് എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ഒപ്പം ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണ്, അത് CBI അടക്കമുള്ളവർക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ആണിപ്പോൾ നിഷ കെ പീറ്റർ തന്നെ നേരിട്ട് ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസെടുക്കാതെ പോലീസിന്റെ ഒളിച്ചുകളി. തട്ടിപ്പിന്റെ വ്യാപ്തി ഓരോന്നായി ന്യൂസ് 18 പുറത്തുവിടുമ്പോഴാണ് പോലീസിന്റെ മൃദുസമീപനം. ഇതിനിടെ എറണാകുളം കാക്കനാട്ടെ മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷണൽസ് പ്രവർത്തിച്ചിരുന്ന ആ കെട്ടിടം ബിജു രാധാകൃഷ്ണൻ തിടുക്കപ്പെട്ട് ഒഴിഞ്ഞു. സ്ഥാപനത്തിൽ നിന്ന് രേഖകൾ അടക്കം മാറ്റി പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെ സ്ഥാപനമൊഴിയാൻ ഉടമ നോട്ടീസ് നൽകിയിരുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തും പുറത്തുമുള്ള സന്നദ്ധ സംഘടനകളെ CSR ഫണ്ടിൻ്റെ പേരിൽ തട്ടിപ്പിന് വിധേയമാക്കുന്ന ബിജു രാധാകൃഷ്ണൻ്റെ വലിയ രീതിയിലുള്ള കുംഭകോണം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. കോടിക്കണക്കിന് രൂപ CSR ഫണ്ട് നൽകാമെന്ന് വാഗ്ദാനം നൽകി സന്നദ്ധ സംഘടനകളിൽ നിന്നും 10 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ഈടാക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇതിൽ മലയാളികളായ 2 പേർ, മലപ്പുറം സ്വദേശിയും ഒപ്പം അങ്കമാലി സ്വദേശിയായ ഏലിയാസും പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്തു. ന്യൂസ് 18 വാർത്തയുടെ തുടർന്ന് നിർഭയരായി ഇവർ മുന്നോട്ട് വരികയും മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ സമീപിക്കാൻ ഇവരോട് പറയുകയും പരാതിക്കാരോട് പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കടവന്ത്ര സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും മൊഴി രേഖപ്പെടുത്തുന്നതല്ലാതെ മറ്റു ഒരു നടപടിക്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രഹസ്യാന്വേഷണ സംഘം, പ്രത്യേകിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പ്രതികളിൽ ഈ വാദികളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഒപ്പം ന്യൂസ് 18നോടും ഈ വാർത്തയുടെ വിശദാംശങ്ങളും തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തിയും തേടിയിരുന്നു. പക്ഷേ ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ കേസെടുക്കാതെ ഉള്ള ഒളിച്ചുകളിയാണ് തുടരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, റിട്ടയർഡായ ആളുകൾ ബിജു രാധാകൃഷ്ണൻ്റെ സംഘത്തിലുണ്ട്. ഒപ്പം അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററെ പോലുള്ള നിയമരംഗത്ത് പിടിപാടുള്ള ആളുകളുമുണ്ട്. ഇത്തരം സ്വാധീനങ്ങളാവാം ഇത്തരം കേസെടുക്കുന്നതിൽ നിന്നും പോലീസിനെ പിന്നോട്ട് വലിക്കുന്നതെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്.
നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകളടക്കം ഇല്ല എന്നൊരു വാദമുഖമാണ് പലപ്പോഴും പോലീസിനോട് ബന്ധപ്പെട്ടപ്പോൾ പരാതിക്കാർക്ക് നൽകിയിരുന്നത്. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയതും ഇത്തരത്തിൽ പരാതിക്കാർ അക്കൗണ്ട് മുഖേനയോ അല്ലെങ്കിൽ റിസിപ്റ്റ് നൽകിയോ ആയിരുന്നില്ല ബിജു രാധാകൃഷ്ണൻ പണം സ്വീകരിച്ചത് എന്നതായിരുന്നു. കറൻസി നോട്ടുകൾ മുഖേനയാണ് പലപ്പോഴും പണം സ്വീകരിച്ചത്. എന്നാൽ ലെറ്റർ പാഡിൽ എഴുതിയ നൽകിയ രേഖകളും ഏലിയാസിനടക്കം നൽകിയ റിസിപ്റ്റുകളും പോലീസിന് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ കേസെടുക്കുന്നതിൽ നിന്നും പോലീസ് പിന്നാക്കം പോകുന്നതിനിടെ കാക്കനാട്ടെ സ്ഥാപനം ഒഴിഞ്ഞ് അവിടെ നിന്നും സാധനങ്ങൾ പൂർണ്ണമായും ബിജു രാധാകൃഷ്ണൻ സംഘവും മാറ്റിയിട്ടുണ്ട്. വിവാദങ്ങളായി ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ ഈ കെട്ടിടം ഒഴിയണമെന്ന് ചൂണ്ടിക്കാട്ടി കെട്ടിട ഉടമ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ യാതൊരു കാലവിളംബവും ഇല്ലാതെയാണ് ഓഫീസ് ഒഴിഞ്ഞ് അവിടെ നിന്നും സ്ഥലം മാറിയിരിക്കുന്നത്. ഓഫീസിലെ രേഖകളും CCTV അടക്കമുള്ള എല്ലാ തെളിവുകളും അവിടെ നിന്നും ബിജു രാധാകൃഷ്ണൻ മാറ്റിയിരിക്കുന്നു. ഇനി പോലീസ് എത്തിയാൽ പോലും ഈ രേഖകൾ പിടിച്ചെടുക്കുന്നത് അങ്ങേയറ്റം ദുഷ്കരമാവും. ഈ രേഖകൾ എവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന പോലും ദുഷ്കരമാവും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയിൽ നിന്നും അല്ലെങ്കിൽ DGPയിൽ നിന്നുമൊക്കെ ഈ കത്ത് വന്നതിന് പിന്നാലെ ഒരു പരിശോധന നടത്തിയില്ലെങ്കിലും കൃത്യമായി ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പ് സംഘത്തെ പിടികൂടാമായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും പോലീസ് കേസെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാർ ഉള്ളത്. CPM മുൻ MLA S. രാജേന്ദ്രൻ BJPയിൽ ചേർന്നു. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി സ്വീകരിച്ചു. രാജേന്ദ്രനൊപ്പം ഇടുക്കിയിൽ നിന്നുള്ള CPI നേതാവ് ഗുരുനാഥൻ, CPM പ്രവർത്തകൻ സന്തോഷ് എന്നിവരും BJPയിൽ ചേർന്നു. 3 തവണ ദേവികുളം MLA ആയിരുന്നു S. രാജേന്ദ്രൻ. നിബന്ധനകളില്ലാതെയാണ് താൻ BJPയിലേക്ക് എത്തിയതെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം. തീരുമാനമെടുക്കുമ്പോൾ അതുകൂടി പരിഗണിക്കും. എല്ലാ പോഷക സംഘടനകളും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും PM A സലാം പറഞ്ഞു. മലപ്പുറത്ത് തെരുവ് നായയിൽ നിന്ന് പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടയിൽ വീണയാളെ നായ ആക്രമിച്ചു. തിരൂർ ചമ്പ്രവട്ടം ആനൊഴുക്കും പാലത്തെ നിർമ്മാണ തൊഴിലാളിയായ സുരേഷിനെയാണ് തെരുവ് നായ ആക്രമിച്ചത്. മദ്രസയിൽ നിന്ന് വരികയായിരുന്ന 14-കാരിയെ തെരുവ് നായയിൽ നിന്ന് രക്ഷിക്കുമ്പോഴാണ് സുരേഷ് ഓടയിൽ വീണത്. 15ഓളം മുറിവുകളുണ്ട് ശരീരത്തിൽ. തൃശൂരിൽ കലാപൂരം. അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവം അല്പസമയത്തിനകം സമാപിക്കും. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 1008 പോയിന്റുമായി കണ്ണൂർ 1-ാം സ്ഥാനത്തുണ്ട്. തൊട്ടുപിന്നിലായി തൃശൂർ, കോഴിക്കോട് ജില്ലകളുണ്ട്. വൈകിട്ട് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യ അതിഥിയാകും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, മോഹൻലാലിൻ്റെ വരവ് തന്നെയാണ് വേദി ആവേശഭരിതമാക്കുക. ഒപ്പം കിരീട പോരാട്ടവും അത്യന്തം ആവേശകരമായി മുന്നോട്ട് പോവുകയാണല്ലേ? രഞ്ജിത്ത്, ഇനി കേവലം 2 മത്സരങ്ങൾ കൂടിയേ പൂർത്തിയാകാനുള്ളൂ. അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൂർത്തിയാകും. അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും ആരാണ് സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക എന്ന്. എന്തായാലും കണ്ണൂർ ഏകദേശം ഇത്തവണ കപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂർ തന്നെ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അങ്ങനെയാണ് പോയിന്റ് നില കോഴിക്കോടുമായിട്ട് തൊട്ടു പിന്നാലുള്ള തൃശ്ശൂരുമായിട്ട് അത്തരത്തിലാണ് ഒരു വ്യത്യാസം കാണുന്നത്. ഇവിടെ നോക്കൂ, നമ്മള് മോഹൻലാലിനെ കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഹലോ, മോഹൻലാലിനെ കാണാൻ കാത്തിരിക്കുകയാണോ? തീർച്ചയായും അതെ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നേരത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണുന്നത് നിങ്ങള് നമുക്ക് സ്കിറ്റ് ഒക്കെ അവതരിപ്പിച്ച് കാണിച്ച പിള്ളേരാണ്. അതിന് A ഗ്രേഡ് ഉണ്ടായിരുന്നു. A ഗ്രേഡ് ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പൊ ഇനി സന്തോഷത്തിന് മടങ്ങാം. അതെ, അടുത്ത കലോത്സവം. അതെ. ഇങ്ങനെ സ്കിറ്റ്, ഇംഗ്ലീഷ് സ്കിറ്റ് അവതരിപ്പിച്ച കുട്ടികളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അതുപോലെ എല്ലാവരും മോഹൻലാലിനെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 4 മണിക്ക്, കൃത്യം 4 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും. പക്ഷേ ഇവിടെ ഒരു 12 മണിയോടുകൂടി തന്നെ ആളുകളുടെ വരവ് ഒരു ഒഴുക്ക് തന്നെയാണ്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് കാണുന്നത് പോലെ ആളുകൾ ഇങ്ങോട്ട് ഈ തൃശ്ശൂരിലെ ഈ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഒഴുകി എത്തുകയാണ്. സീറ്റില്ലേ? വൈകി പോയോ?
മോഹൻലാലിനെ കാണാനാണോ വന്നേ? അങ്ങനെ മോഹൻലാലിനെ കാണുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അത്രയേറെ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പോലീസിന്റെ കനത്ത സുരക്ഷയുണ്ട്, വലിയ പോലീസ് സന്നാഹമുണ്ട്. കാരണം വലിയൊരു തിരക്ക് ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, അകത്ത് മാത്രമല്ല, സീറ്റെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. പുറത്ത് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇവിടേക്ക് മോഹൻലാൽ എത്തിച്ചേരാൻ. ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം മോഹൻലാലും ചേർന്നായിരിക്കും ഈ സ്വർണ്ണ കപ്പ് നമ്മുടെ വിജയികൾക്ക് കൈമാറുക. അതോടൊപ്പം തന്നെ അങ്ങനെ നിരവധി ചടങ്ങുകളുണ്ട്. എല്ലാവരും ഇവിടെ മോഹൻലാലിനെ കാണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, മോഹൻലാലിനെ കാണാൻ തീർച്ചയായിട്ടും. എപ്പോ വന്നു? എത്ര മണിക്ക്? ഞങ്ങൾ 12:30 വന്നു. 12:30 വന്നു. തൃശ്ശൂര് തന്നെയാണ്. അതന്നെ. പക്ഷെ ഇവിടെയാണ് സീറ്റ് കിട്ടി പോയതല്ലേ? സൈഡ് നോക്കിയിരുന്നാണ്. ഇതിലല്ലേ വരണേ? ഇതിലെ വരുമ്പോ ചിലപ്പോ അത് ആ വഴിയായിരിക്കും വരിക. അയ്യോ, നഷ്ടമാവും. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരിക്കാം. കുറച്ചു നേരം കൂടി മതിയല്ലോ. എന്നാലും മോഹൻലാല് മെയിൻ വേദിയിലൂടെ വരും, മെയിൻ വഴിയിലൂടെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് സൈഡ് സീറ്റ് നോക്കിയിരിക്കുന്നവരുണ്ട്. ഇനി മോഹൻലാല് മറ്റേതെങ്കിലും വഴിയിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര നിരാശരായിരിക്കും. ഹായ്, എന്താ പേര്? അവനീത്. തൃശ്ശൂർ തന്നെയാണോ? അല്ല, പാലക്കാടാ. പാലക്കാട്. ഏതാ മത്സരിച്ചേ? ഞാൻ മത്സരിച്ചില്ല. ഇല്ല. മോഹൻലാലിനെ കാണാൻ വന്നെയാണോ? യെസ്. ആരുടെ കൂടെ വന്നേ? പേരൻസിന്റെ ഒപ്പം. പാരന്റ്സ് എല്ലാരും ഉണ്ടല്ലേ? മത്സരിച്ച ഇത് കാണാൻ വന്നതാണ്. എങ്ങനെയുണ്ട് തൃശ്ശൂര്? തൃശ്ശൂർ അടിപൊളിയല്ലേ? അടിപൊളി. കലോത്സവം പൂരമാക്കിയില്ലേ? പൂരാക്കി, അടിപൊളിയായിട്ടുണ്ടല്ലോ. മോഹൻലാലിനെ കാണാൻ വന്ന രഞ്ജിത്ത്, ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും മോഹൻലാലിനെ കണ്ടാൽ മതി. മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടിയിരിക്കുന്നവരാണ് ഇവിടെ. എന്തായാലും ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു മെഗാ തൃശ്ശൂർ പൂരം എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടിയിരിക്കുന്നു. അത്രയേറെ തിരക്കാണ്. എന്നാലും കലോത്സവം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തോടു കൂടി ഈ വർഷത്തെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു വിഷമവുമുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി വലിയ ആഘോഷം തന്നെയായിരുന്നു, ആരവം തന്നെയായിരുന്നു. എവിടെ നോക്കിയാലും നമ്മുടെ മത്സരാർത്ഥികളും അവരുടെ കലാപ്രകടനങ്ങളും ഒക്കെയായിട്ട് അങ്ങനെ മിന്നിത്തിളങ്ങി എല്ലാ വേദികളിലും സുഗന്ധം പരത്തിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം മടങ്ങുന്നത്. ഇനി അടുത്ത വർഷത്തെ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്, അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒപ്പം ഇത്തവണത്തെ ഒരു കലോത്സവം അതിന് എടുത്തു പറയേണ്ടത് സംഘാടന മികവ് തന്നെയാണ്. സാധാരണ നമുക്കറിയാം കലോത്സവത്തിന് വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും അടിയും തർക്കവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പരാതികൾ ഉണ്ടായി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരു കലോത്സവം കൂടിയായിരുന്നു ഇത്തവണ ഉണ്ടായത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ഓൺലൈനിലൂടെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഒരു കുട്ടി അത് മത്സരത്തിൽ പങ്കെടുത്തു. ആ കുട്ടിക്ക് സിയ ഫാത്തിമ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് A ഗ്രേഡ് ഉണ്ട് അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ. ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു സാക്ഷ്യം കൂടി വഹിച്ചു ഇത്തവണത്തെ 64ാമത് തൃശ്ശൂരിലെ കലോത്സവം. അങ്ങനെ തൃശ്ശൂർക്കാർ ഇനി മോഹൻലാലിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി 2 മണിക്കൂറേ ഉള്ളൂ മോഹൻലാല് വേദിയിലേക്ക് എത്താൻ. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് ഈ തൃശ്ശൂർ നഗരം. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കിനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.